Hello dears, welcome back to ISK Essay English. Hello dear students, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഇംഗ്ലീഷ് കോർ പേപ്പർ ആയിട്ടുള്ള യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്നുള്ള ഫസ്റ്റ് സെമ്മിന് വരുന്ന പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ബ്ലോക്ക് ഹോമർ ദ ഇലിയഡ് എന്നുള്ള ഫസ്റ്റ് ബ്ലോക്കിൽ രണ്ടാമത്തെ യൂണിറ്റ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രണ്ടാമത്തെ യൂണിറ്റ് ദ ഹോമറിക് ഹീറോ എന്നുള്ളതാണ്. അതിൽ നമ്മൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അക്വിലിസ് ദ വാരിയർ ഹീറോ എന്നുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന്റെ നേരെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ ഒന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ റാത്ത് ഓഫ് അക്വിലിസ് സീംസ് ജസ്റ്റിഫൈഡ് ഫ്രം ബുക്ക് നമ്പർ 1 to 9 as he refuses to bow down to the whimsical and unethical demands of his leader Agamemnon. അപ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്വിലിസിന്റെ ലീഡറാണ് അഗമെമ്നോൺ, സൈന്യത്തിന്റെ തലവനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആവശ്യം നമുക്കറിയാം. അക്വിലിസിന് യുദ്ധത്തിൽ പ്രൈസായിട്ട് കിട്ടിയിട്ടുള്ള അടിമ സ്ത്രീ ബ്രൈസേസ്, അവരെ അക്വിലിസ് ക്ലെയിം ചെയ്യാണ്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് അഗമെമ്നോൺ, അതിന് റീസൺ ആയിട്ട് പറയുന്നത് അയാള് അക്വിലിസിന്റെ ഓഫീസർ ആയതുകൊണ്ട്, ലീഡർ ആയതുകൊണ്ട് അയാൾക്ക് അതിനുള്ള അവകാശമുണ്ടെന്നാണ്. ഇനി മാത്രമല്ല അവ ഇത്തരത്തിലുള്ള അതൊരു ന്യായമായിട്ടുള്ള ആവശ്യമല്ല. അപ്പൊ ഈ ഒരു ആവശ്യത്തെ വിംസിക്കൽ ആൻഡ് അൺഎത്തിക്കൽ ഡിമാൻഡ്സ് ഓഫ് ഹിസ് ലീഡർ അഗമെമ്നോൺ, തന്റെ ലീഡർ ആയിട്ടുള്ള അഗമെമ്നോന്റെ വിംസിക്കൽ ആയിട്ടുള്ള അതുപോലെ തന്നെ അൺഎത്തിക്കൽ, ഒട്ടും ശരിയല്ലാത്ത തെമ്മാടിത്തരമായിട്ടുള്ള ഈ ഡിമാൻഡിന് അക്വിലിസ് വഴങ്ങിക്കൊടുക്കാത്തത് ഇവിടെ ബുക്ക് നമ്പർ 1 മുതൽ ബുക്ക് നമ്പർ 9 വരെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. In the ruling hierarchy, Agamemnon holds a higher status, but on the battlefield, Achilles has no equal. He towers over every Achaean and over every Trojan. അതായത് ഹൈറാർക്കി വെച്ച്, അധികാരത്തിന്റെ അല്ലെങ്കിൽ പവറിന്റെ ക്ലാസ് വെച്ച് നോക്കുമ്പോൾ അക്വിലിസിന്റെ മുകളിലാണ് അഗമെമ്നോൺ നിൽക്കുന്നത്. പക്ഷെ യുദ്ധക്കളത്തില് അക്വിലിസിനോട് കടപിടിക്കുന്ന ഒരു വ്യക്തിയല്ല അഗമെമ്നോൺ. യുദ്ധക്കളത്തില് അക്വിൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിലും ശരി, ട്രോജൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിലും ശരി, ധൈര്യത്തിന്റെ കാര്യത്തിലും ധീരതയുടെ കാര്യത്തിലും അക്വിലിസിന് ഒപ്പം നിൽക്കുന്ന മറ്റൊരു യോദ്ധാവ്, മറ്റൊരു വാരിയർ ഇല്ല എന്നതാണ് വസ്തുത. The only one who is close to his fighting prowess is the Trojan prince Hector. യുദ്ധക്കളത്തില് അക്വിലിസിനെ കൂടെ നിൽക്കാൻ, തുല്യനായി നിൽക്കാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തിയുള്ളത് ട്രോജൻ പ്രിൻസ് ഹെക്ടർ ആണ്. ആ ഹെക്ടറിനാണെങ്കിൽ യുദ്ധക്കളത്തിൽ വെച്ച് അക്വിലിസ് വധിക്കുകയും ചെയ്തു. Viewing the strength, courage and power of Achilles, the Greeks requested him to return to the battlefield to defeat the Trojans, who with Zeus' support as sought by Achilles were emerging triumphant against them. അക്വിലിസിന്റെ ഈ പവർ അതുപോലെ തന്നെ കറേജ് ഇത് മനസ്സിലാക്കിയിട്ട് ഗ്രീക്കുകാര് ട്രോജൻസിനെ പരാജയപ്പെടുത്താൻ വേണ്ടി അക്വിലിസിനോട് യുദ്ധത്തിലേക്ക് തിരിച്ചു വരാൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ, ഇപ്പോഴത്തെ ഒരു കറണ്ട് സ്റ്റാറ്റസ് എന്താന്ന് നമുക്കറിയാം. അക്വിലിസിന്റെ അഭ്യർത്ഥന പ്രകാരം അക്വിലിസിന്റെ അമ്മ അല്ലെ ദേവി തീറ്റീസ് സിയൂസ് ദേവനോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ട്രോജൻസ് ഗ്രീക്കുകാരുടെ മേൽ വിജയം വരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയമാണ്. ഇപ്പൊ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ട്രോജൻസ് ആണ്. അപ്പൊ അവരൊന്ന് പരാജയപ്പെടുത്താൻ ഗ്രീക്കുകാർക്ക് അക്വിലിസിന്റെ സപ്പോർട്ട് ആവശ്യമാണ്. അതുകൊണ്ട് അവര് അക്വിലിസിനോട് യുദ്ധത്തിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെടുകയാണ്.
After much persuasion, Achilles relents not by personally entering the battlefield, but by sending his best comrade, Patroclus, to fight the ace Trojan warrior Hector. ഒരുപാട് അഭ്യർത്ഥനകൾക്ക് ശേഷം അവസാനം യുദ്ധത്തിൽ അക്കിലിസ് സ്വന്തം അല്ലെങ്കിൽ അക്കിലിസ് പങ്കെടുക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ആത്മമിത്രമായിട്ടുള്ള പെട്രോക്ലിയസ് അദ്ദേഹത്തെ പറഞ്ഞയക്കുകയാണ്. അപ്പൊ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ, കാരണം ഒരുപാട് സംഭവങ്ങൾ അവിടെ വരുന്നുണ്ട്. അതായത് പെട്രോക്ലിയസ് അക്കിലിസിനോട് സമ്മതം ചോദിച്ചിട്ട് അങ്ങനെയാണ് പെട്രോക്ലിയസ് എന്ത് ചെയ്യുന്നത് വരുന്നത്. അതായത് ട്രോജൻസ് ഗ്രീക്കുകാരുടെ കപ്പലുകളെല്ലാം കത്തിക്കാൻ പോകുന്ന സാഹചര്യം, മൊത്തത്തിൽ കയ്യേറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, അതുപോലെ തന്നെ ഗ്രീക്കുകാര് വളരെ ബുദ്ധിമുട്ടിലേക്ക് ദുരിതത്തിലേക്ക് വരുന്ന സാഹചര്യം, ആ സാഹചര്യം മനസ്സിലാക്കി പെട്രോക്ലിയസ് അക്കിലിസിനോട് തനിക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള തന്റെ ആവശ്യം അറിയിക്കുകയാണ്. അങ്ങനെയാണ് പെട്രോക്ലിയസ് എന്ത് ചെയ്യുന്നത് യുദ്ധത്തിലേക്ക് വരുന്നത്. എന്നാൽ Hector's killing of Patroclus is the last straw for reluctant, egoistic Achilles, who has decided not to enter the battlefield. Achilles is extremely upset, grief-struck, when he learns about his friend's death. എന്നാൽ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ച് നിന്നിരുന്ന അക്കിലിസ്, അതിന്റെ കാരണം നമുക്കറിയാം, അഗമെമ്നോനോടുള്ള വൈരാഗ്യം കാരണം യുദ്ധത്തിൽ നിന്നും മാറി നിൽക്കുന്ന അക്കിലിസ് പെട്രോക്ലിയസിനെ യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള പെർമിഷൻ നൽകാണ്. എന്നാൽ അക്കിലിസ് ഹെക്ടർ പെട്രോക്ലിയസിനെ കൊന്ന കാര്യം, യുദ്ധകളത്തിൽ വെച്ച് കൊന്ന കാര്യം അറിഞ്ഞ് അക്കിലിസിന്റെ എല്ലാ നിയന്ത്രണവും, യുദ്ധത്തിൽ നിന്നും മാറി നിന്ന അക്കിലിസിന്റെ എല്ലാ നിയന്ത്രണം കടിഞ്ഞാൺ നഷ്ടപ്പെടുകയാണ്. അങ്ങനെ Achilles is extremely upset and get grief-struck when he learns about his friend's death. തന്റെ സുഹൃത്തായിട്ടുള്ള പെട്രോക്ലിയസിന്റെ മരണവാർത്ത അറിഞ്ഞ് അക്കിലിസ് വളരെയധികം ദുഃഖബാധിതനും അതുപോലെ തന്നെ അപ്സെറ്റ് ആവുകയും ചെയ്യുന്നു. For the first time we see a different Achilles, not the strong and indomitable. നമ്മൾ ഇവിടെ ഈ കവിതയിൽ ആദ്യമായിട്ട് നമ്മൾ ഇതുവരെ കാണാത്ത ഒരു അക്കിലിസിനെ കാണുകയാണ്. നോട്ട് സ്ട്രോങ് ആൻഡ് ഇൻഡോമിറ്റബിൾ, ഒരിക്കലും കീഴടങ്ങാത്ത, അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അക്കിലിസിനെ അല്ല നമ്മളിവിടെ കാണുന്നത്. നോട്ട് സ്ട്രോങ് ആൻഡ് ഇൻഡോമിറ്റബിൾ, അതായത് ഇൻഡോമിറ്റബിൾ അല്ലാത്ത, അല്ലെ, കീഴടങ്ങാൻ മനസ്സ് കാണിക്കാത്ത അക്കിലസ് അല്ല, അതുപോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള അക്കിലസ് അല്ല. ബട്ട് അക്കിലസ് ആർഗ്യൂയിങ് വിത്ത് ഹിംസെൽഫ് ഓവർ ഹിസ് സ്ലൈൻ ഫ്രണ്ട്, തൻ്റെ കൊല ചെയ്യപ്പെട്ട തൻ്റെ ആത്മമിത്രത്തെ കുറിച്ച് തന്നോട് തന്നെ തർക്കിക്കുന്ന, വാദിക്കുന്ന അക്കിലസിനെ നമ്മൾ ഇവിടെ കാണുന്നു. Achilles' softer side comes to fore in this episode, where he is overcome with grief on learning about Hector's killing of Patroclus. പെട്രോക്ലിയസിനെ ഹെക്ടർ കൊന്നതറിഞ്ഞ് വളരെയധികം വിഷമിക്കുന്ന അക്കിലസിന്റെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, വളരെ മൃദുലമായിട്ടുള്ള മനസ്സ്, അല്ലെങ്കിൽ അത്തരമൊരു അക്കിലസിനെ നമുക്കിവിടെ കാണാം. In book number 18, Homer describes Achilles' sorrow. അതായത് ബുക്ക് നമ്പർ 18 ഹോമർ അക്കിലസിന്റെ സോറോ, ദുഃഖത്തെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. A black cloud of grief come shrouding over Achilles, both hands clawing the ground for soot and filth. അതായത് ദുഃഖത്തിന്റെ ഒരു കറുത്ത നിഴൽ അക്കിലസിനെ മൂടിയിരിക്കുന്നു. ഇരു കൈകൾ കൊണ്ടും അവൻ നിലത്തു നിന്ന് മണ്ണും കരിയും വാരിയെടുക്കുന്നു. He poured it over his head, fouled his handsome face, and black ashes settled on his fresh, clean washed shirt. അവന്റെ മനോഹരമായ മുഖത്തും അതുപോലെ തന്നെ അവന്റെ തലയിലെല്ലാം അവൻ അഴുക്ക് കോരി ഒഴിക്കുകയാണ്. അവന്റെ വളരെ വെളുത്ത മനോഹരമായിട്ടുള്ള ആ വാർ ഷർട്ട്, ആ യുദ്ധവസ്ത്രം ആകെ അഴുക്ക് കൊണ്ട് കരി പിടിച്ചിരിക്കുന്നു. Overpowered in all his power,
sprawled in the dust. Achilles lay there fallen. തന്റെ ശക്തി എല്ലാം ക്ഷയിച്ച് അദ്ദേഹം നിലത്ത് ദുർബലനായിട്ട് അവിടെ കിടക്കുകയാണ്. Tearing his hair, defiling it with his own hands. തന്റെ തലയിലെല്ലാം തന്റെ കൈകൾ കൊണ്ട് ആകെ അഴുക്കായി ദുഃഖഭാരത്താൽ വസ്ത്രത്തിലും ശരീരത്തിലുമെല്ലാം കരിയും അഴുക്കും പിടിച്ച് നിലത്ത് കിടക്കുന്ന ദുഃഖിതനായിട്ടുള്ള അക്വിലസിന്റെ രൂപം. Achilles, grief turned into wrath as he enters the battlefield to avenge his dear friend's death. തന്റെ ആത്മമിത്രത്തിന്റെ കൊലപാതകത്തിൽ പകവീട്ടാൻ യുദ്ധക്കളത്തിലേക്ക് വരുന്ന അക്വിലസ് തന്റെ സങ്കടവും വിദ്വേഷവും എല്ലാം പകയായി മാറിയിരിക്കുന്നു. He yokes his emotion to action and rages into battle. അതായത് തന്റെ വിദ്വേഷവും പകയുമെല്ലാം അവൻ തന്റെ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവന്ന് അവൻ യുദ്ധക്കളത്തിൽ നിറഞ്ഞ് പകഞ്ഞ് ആടുന്നു. Like a flash of lightning, killing a dozen Trojan in one go. ഒരൊറ്റ ഫൈറ്റിൽ തന്നെ, ഒരൊറ്റ മാർച്ചിൽ ദേഷ്യം കൊണ്ട് ഒരു മിന്നൽ പിണർ പോലെ ഒരു ഡസൻ ട്രോജൻസിനെയാണ് അവൻ കൊന്നൊടുക്കിയത്. In his frenzied rage, he slaughters the Trojan enemy with merciless brutality and kills Hector in a single combat. അതായത് തൻ്റെ വളരെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഉന്മാദാവസ്ഥയിൽ നിൽക്കുന്ന അക്വിലസ് ഒട്ടും ദയ കാണിക്കാതെ വളരെ ക്രൂരമായിട്ട് വളരെ ബ്രൂട്ടലായിട്ട് ഒരുപാട് ട്രോജൻസിനെ കൊന്നൊടുക്കി. മാത്രമല്ല ഒരൊറ്റ സിംഗിൾ കോമ്പാക്ട്, ഒരൊറ്റ ഫൈറ്റിലാണ് അക്വിലസ് ഹെക്ടറെ കൊന്നൊടുക്കിയത്. അതുമാത്രമല്ല അവിടെയും അക്വിലസിന്റെ പക തീർന്നില്ല. Attaches the corpse to his chariot, dragging it triumphantly around the walls of the city. ഹെക്ടറിന്റെ മൃതശരീരം തന്റെ രഥത്തിൽ കെട്ടി അദ്ദേഹം വളരെ വിജയിയെ പോലെ സിറ്റിയുടെ വാളിന് ചുറ്റും ആ ഡെഡ് ബോഡി വലിച്ചു നടന്നു. From the modern point of view, Achilles' inhuman brutality deserves outright condemnation. നമ്മളുടെ ആധുനികമായ കാഴ്ചപ്പാടിൽ അക്വിലസിന്റെ ആ ഒരു പ്രവൃത്തിയെ, അതായത് ആ ഡെഡ് ബോഡിയോട് കാണിക്കുന്ന നീചമായിട്ടുള്ള പ്രവൃത്തിയെ നമ്മളുടെ ആധുനികമായ കാഴ്ചപ്പാടിൽ തീർത്തും നമ്മളെ പുച്ഛിക്കുന്ന ഒരു അല്ലെങ്കിൽ പുച്ഛിക്കേണ്ട ഒരു കാര്യം, അത്തരത്തിലുള്ള ഒരു പെരുമാറ്റമാണ് ഹെക്ടറിന്റെ ഡെഡ് ബോഡിയോടുള്ള അക്വിലസിന്റെ സമീപനം. ബട്ട് ദിസ് ഹാപ്പൻഡ് ഇൻ ദ ഹോമറിക് ഏജ്. പക്ഷെ ഇത് നടക്കുന്നത് നമ്മുടെ ആധുനിക കാലഘട്ടത്തിലല്ല, ഹോമറിന്റെ കാലഘട്ടത്തിൽ, ആ ഒരു കാലഘട്ടത്തിലാണ് ഇത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വാർ ബ്രൂട്ടാലിറ്റി വാസ് ആക്സെപ്റ്റഡ് ആസ് എ പാർട്ട് ഓഫ് വിക്ടേഴ്സ് റൈറ്റ് ഓവർ ദി വാൻക്വിഷ്ഡ്. ആ ഒരു കാലഘട്ടത്തിൽ, അതായത് വിജയിച്ച വ്യക്തി ആരാണോ വിജയിച്ചവൻ, അയാൾക്ക് പരാജയപ്പെട്ടവനോട് എന്ത് ക്രൂരതയും എന്ത് അക്രമവും കാണിക്കാനുള്ള അവകാശം ഉള്ളതായിട്ടാണ് ആ കാലഘട്ടത്തിൽ പരിഗണിച്ചിരുന്നത്. Achilles' wrath is held up for criticism from book number 9 to 18. അതായത് ബുക്ക് നമ്പർ 9 മുതൽ 18 വരെ അക്വിലസിന്റെ പകയെ വിമർശിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് ഫൈനലി there is reconciliation in book number 24. ലാസ്റ്റ് ബുക്ക്, അതായത് ബുക്ക് നമ്പർ 24 നമുക്ക് അക്വിലസിന്റെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ നമുക്കൊരു രമ്യത കാണാം. അത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ when Achilles and Priam, ഹെക്ടേഴ്സ് ഫാദർ, ഹെക്ടറിന്റെ ഫാദർ ആയിട്ടുള്ള പ്രിയാമും അതുപോലെ തന്നെ അക്വിലസും തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ, എന്തിനാണ് മീറ്റ് ചെയ്യുന്നത്? ഇവർ രണ്ടുപേരും തമ്മിൽ കാണാണ്. ഇൻ എ സീൻ ദാറ്റ് ഈസ് ടെൻഡർ. നമുക്കറിയാം എന്തിനാണ് കാണുന്നത്, അതായത് വിട്ടുകൊടുക്കാത്ത ഹെക്ടറിന്റെ ഡെഡ് ബോഡി, ഹെക്ടറിന് നല്ലൊരു ശവസംസ്കാരം, ഒരു ഹീറോയിക് ബെരിയൽ നൽകുന്നതിന് അക്വിലസിനോട് അഭ്യർത്ഥിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഹെക്ടറിന്റെ ഫാദർ പ്രിയാം. അപ്പൊ ഈ ഒരു മീറ്റിംഗ്
നമുക്ക് എങ്ങനെ കാണാം ഈ ഒരു മീറ്റിംഗിൽ വളരെ സൗമ്യനായിട്ട് അല്ലെങ്കിൽ വളരെ രമ്യമായിട്ട്, അതുമാത്രമല്ല ഈസ് ടെൻഡർ വളരെ മൃദുവായിട്ടും, കെയറിങ് ആൻഡ് ഹ്യൂമെയിൻ വളരെ മനുഷ്യത്വപരമായിട്ടും, in contrast to the brutal, cruel and inhuman episodes of the earlier books. മുൻ പുസ്തകങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ അവിടെ കാണുന്ന എപ്പിസോഡുകളിലെ വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള, അതുപോലെ തന്നെ ഇൻഹ്യൂമൻ മനുഷ്യത്വരഹിതമായിട്ടുള്ള അക്വിലിയസ്, അതിന് വിരുദ്ധമായിട്ട് വളരെ മനുഷ്യത്വപരമായിട്ടുള്ള, വളരെ കെയറിംഗ് ആയിട്ടുള്ള, വളരെ ടെൻഡർ ആയിട്ടുള്ള ഒരു അക്വിലിയസിനെ നാം ഇവിടെ കാണുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ തൽക്കാലം നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് ഇതിൻ്റെ ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ സാധാരണ പറയുന്ന പോലെ തന്നെ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ആദ്യമായിട്ട് കാണുന്ന ആളുകൾ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.